BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മഹാരാഷ്ട്ര തീരത്ത് അജ്ഞാത ബോട്ട്, മറ്റൊരു രാജ്യത്തിന്റേതെന്ന് സംശയം, കനത്ത സുരക്ഷ. മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിലെ രേവ്ദണ്ഡ തീരത്ത് സംശയാസ്പദമായ രീതിയിൽ ബോട്ട് കണ്ടെത്തി. തീരദേശത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചു. രേവ്ദണ്ഡയിലെ കോർലൈ തീരത്തു നിന്നും ഏകദേശം 2 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ബോട്ട് കണ്ടത്. മറ്റൊരു രാജ്യത്തിന്റെ അടയാളങ്ങളാണ് ബോട്ടിലുള്ളതെന്നാണ് പ്രാഥമിക വിലയിരുത്തലെന്ന് പോലീസ് പറഞ്ഞു. റായ്ഗഡ് തീരത്തേക്ക് ബോട്ട് ഒഴുകിയെത്തിയതാകാം എന്നാണ് നിഗമനം. റായ്ഗഡ് പോലീസ്, ബോംബ് സ്ക്വാഡ്, നേവി, കോസ്റ്റ് ഗാർഡ് എന്നിവരുടെ ടീമുകൾ സംഭവസ്ഥലത്തേക്കെത്തി. റായ്ഗഡ് പോലീസ് സൂപ്രണ്ടും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. കനത്ത മഴയും ശക്തമായ കാറ്റും കാരണം ബോട്ടിനടുത്തേക്ക് എത്താനായിട്ടില്ല. മുൻകരുതൽ നടപടിയായി വലിയ പോലീസ് സംഘത്തെ പ്രദേശത്ത് വിന്യസിച്ചു. ജില്ലയിലെ സുരക്ഷ വർദ്ധിപ്പിച്ചു. സുരേഷ് ഗോപിയുടെ മാലയിലേത് പുലിപ്പല്ലോ, നോട്ടീസ് നൽകുവാൻ വനം വകുപ്പ്. നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ധരിച്ച മാലയിൽ പുലിപ്പല്ലാണെന്ന പരാതിയിൽ നോട്ടീസ് നൽകുവാൻ വനം വകുപ്പ്. തൃശൂർ ഡിഎഫ്ഒയ്ക്ക് മുൻപിൽ ആഭരണം ഹാജരാക്കുവാനും ഇതിനെക്കുറിച്ച് വിശദീകരിക്കുവാനും നിർദ്ദേശിച്ചതായിരിക്കും നോട്ടീസ് എന്നാണ് വിവരം. തൃശൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മുഹമ്മദ് ഹാഷിം നൽകിയ പരാതിയിലാണ് വനം വകുപ്പിന്റെ നടപടി. നേരത്തെ റാപ്പർ വേടൻ ധരിച്ച മാലയിൽ ഉണ്ടായിരുന്നത് പുലിപ്പല്ലാണെന്ന പേരിൽ അദ്ദേഹത്തെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂരിലും കണ്ണൂരിലും നടന്ന ചില പരിപാടിക്കിടെ സുരേഷ് ഗോപി പുലിപ്പല്ല് ഘടിപ്പിച്ചതെന്ന് സംശയിക്കുന്ന മാല ധരിച്ചിരുന്നു എന്നാണ് പരാതി. ഇത് ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ പോലീസിനെയും വനംവകുപ്പിനെയും സമീപിക്കുകയായിരുന്നു. തുടർന്നാണ് പരാതി പരിശോധിക്കുവാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. ബംഗളൂരുവിൽ ചിട്ടിക്കമ്പനി ഉയർന്ന പലിശ വാഗ്ദാനം തട്ടിയത് 40 കോടിയിലേറെ. മലയാളി ദമ്പതികൾക്കെതിരെ കേസ്. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തി മുങ്ങിയെന്ന പരാതിയിൽ മലയാളികളായ ചിട്ടിക്കമ്പനി ഉടമയ്ക്കും ഭാര്യയ്ക്കുമെതിരെ പോലീസ് കേസെടുത്തു. രാമമൂർത്തി നഗറിൽ A&A ചിറ്റ് ഫണ്ട്സ് നടത്തിയ ടോമി എ വർഗീസ്, ഭാര്യ ഷൈനി ടോമി എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. 70 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി PT സാവിയോ എന്നയാൾ പരാതി നൽകിയതിനെ തുടർന്ന് തട്ടിപ്പിനിരയായ 265 പേരാണ് പോലീസിനെ സമീപിച്ചത്. ഇതുപ്രകാരം 40 കോടിയിലധികം രൂപ നിക്ഷേപകർക്ക് നഷ്ടമായി എന്നാണ് പോലീസ് കണക്കാക്കുന്നത്. പൊതുവേദികളിൽ കാണാനില്ല അധികാരങ്ങൾ, പ്രതിനിധികൾക്ക് ബ്രിക്സിലും എത്തിയില്ല. ആജീവനാന്ത പ്രസിഡന്റ് വിരമിക്കുന്നുവോ? ആഗോള രാഷ്ട്രീയ വിദഗ്ധരുടെ എല്ലാ ശ്രദ്ധയും ചൈനയിലേക്കാണ്. 12 വർഷമായി ചൈന ഭരിക്കുന്ന മാവോ സെതുങ്ങിനു ശേഷമുണ്ടായ ഏറ്റവും കരുത്തുറ്റ നേതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷീ ജിൻപിങ് വിരമിക്കലിന്റെ പടിവാതിൽക്കലാണോ? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലെ അധികാരങ്ങൾ പ്രത്യേക പ്രതിനിധികൾക്ക് നൽകുവാൻ ഷിയുടെ നേതൃത്വത്തിലുള്ള പൊളിറ്റ് ബ്യൂറോ കൈക്കൊണ്ട നീക്കമാണ് അഭ്യൂഹങ്ങൾ ശക്തമാക്കുന്നത്. ചൈനയുടെ ഷീ കാലത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു നീക്കം. ഒന്നുകിൽ പടിപടിയായുള്ള അധികാര വികേന്ദ്രീകരണം, അല്ലെങ്കിൽ വിരമിക്കുന്നതിന് മുന്നോടിയായുള്ള നടപടി എന്നിങ്ങനെയാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ടെക്സസിൽ വീണ്ടും പ്രളയ സാധ്യത മുന്നറിയിപ്പ്. മരണം 78ആയി, മരിച്ചവരിൽ 28 കുട്ടികൾ. മധ്യ ടെക്സസിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 78ആയി, 41 പേരെ കാണാതായി. മരണസംഖ്യ ഉയരാനിടയുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. വീണ്ടും പ്രളയം ഉണ്ടാകാമെന്ന മുന്നറിയിപ്പുമുണ്ട്. മരിച്ചവരിൽ 28 പേർ കുട്ടികളാണ്. ഗ്വാഡ്ലൂപ്പ് നദിക്കരയിലെ പ്രസിദ്ധമായ ക്യാമ്പ് മിസ്റ്റിക്കിലുണ്ടായിരുന്ന 10 പെൺകുട്ടികളെ ഇനിയും കണ്ടെത്തുവാനുണ്ട്. നദി ഒഴുകിയ വഴിയെ വിദൂര പ്രദേശങ്ങളിലും തിരച്ചിൽ നടക്കുന്നു. 850 പേരെ രക്ഷപ്പെടുത്തി. മിന്നൽ പ്രളയമുണ്ടായ സമയത്ത് 700 പെൺകുട്ടികളാണ് ക്യാമ്പ് മിസ്റ്റിക്കിൽ ഉണ്ടായിരുന്നത്. ക്യാമ്പിലെ ക്യാബിനുകൾക്കുള്ളിൽ 6 അടി പൊക്കത്തിൽ വെള്ളം വന്നു നിറഞ്ഞു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനായി ഒട്ടേറെ പേർ നദിക്കരയിലെ താമസയിടങ്ങളിൽ ഉണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചതറിയാതെ യുവതി, ഒപ്പം താമസിച്ചത് 6 ദിവസം. എലി ചത്ത മണമാണെന്ന് കരുതിയെന്നും മൊഴി. ഭർത്താവ് മരിച്ചു കിടന്നതറിയാതെ ഭാര്യ അതേ വീട്ടിൽ ഒപ്പം താമസിച്ചത് 6 ദിവസം. കോയമ്പത്തൂർ ഉക്കടം കോട്ടൈ പുതൂർ ഗാന്ധിനഗറിലാണ് സംഭവം. അബ്ദുൽ ജബ്ബാറാണ് മരിച്ചത്. വീട്ടിൽ നിന്നും ദുർഗന്ധം ഉയർന്നതിനെ തുടർന്ന് അയൽവാസികൾ പരാതി പറഞ്ഞപ്പോൾ മകനെത്തി പരിശോധിച്ചപ്പോഴാണ് മരണവിവരം അറിഞ്ഞത്. ഉടൻ തന്നെ ബിഗ് ബസാർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് മരിച്ചിട്ട് 5-6 ദിവസമായിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്.
കണ്ടെത്തിയത്. ജോലിക്കൊന്നും പോകാത്ത അബ്ദുൾ ജബ്ബാർ മദ്യപാനിയായിരുന്നെന്നും മനോദൌർബല്യമുള്ള ഭാര്യ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നതെന്നും പോലീസ് പറഞ്ഞു. ചെറിയ വീടായിരുന്നതിനാൽ സമീപത്തെ മുത്തശ്ശിയുടെ വീട്ടിലാണ് ഇവരുടെ മകനും മകളും താമസിച്ചിരുന്നത്. ശനിയാഴ്ച വീട്ടിൽ നിന്നും ദുർഗന്ധമുണ്ടെന്ന് അയൽക്കാർ പറഞ്ഞതിനെ തുടർന്ന് മകൻ എത്തി പരിശോധിച്ചിരുന്നു. നിപ സമ്പർക്ക പട്ടികയിൽ ആകെ 383 പേർ. 4 ജില്ലകളിൽ നിന്നുള്ളവർ നിരീക്ഷണത്തിൽ. സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ നിലവിൽ ആകെ 383 പേർ ഉള്ളതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. മലപ്പുറം ജില്ലയിൽ നിപ ബാധിച്ച വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 241 പേർ നിരീക്ഷണത്തിലാണ്. പാലക്കാട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 142 പേർ നിരീക്ഷണത്തിലാണ്. ആകെ സമ്പർക്ക പട്ടികയിലുള്ളവരിൽ 94 പേർ കോഴിക്കോട് ജില്ലയിലും 2 പേർ എറണാകുളം ജില്ലയിലുമാണ് നിരീക്ഷണത്തിലുള്ളതെന്നും മന്ത്രി അറിയിച്ചു. TNPL ടീം പരിശീലകയായി കണ്ണൂർ സ്വദേശിനി. രാജ്യത്ത് ആഭ്യന്തര ക്രിക്കറ്റ് ലീഗിലെ ആദ്യ വനിതാ പരിശീലക. തമിഴ്നാട് പ്രീമിയർ ലീഗിന് ഇനി വനിതാ പരിശീലക. കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ അനുഷ പ്രഭാകരനാണ് TNPL ടീം തിരുപ്പൂർ തമിഴൻസിന്റെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിംഗ് കോച്ചായി ചുമതലയേറ്റത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു ആഭ്യന്തര ക്രിക്കറ്റ് ലീഗ് വനിതാ പരിശീലകയെ നിയമിക്കുന്നത്. മൊഹാലിയിൽ നാഷണൽ ക്രിക്കറ്റ് അക്കാദമി ക്യാമ്പിൽ പ്രവർത്തിക്കുകയായിരുന്നു അനുഷ. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.